അർദ്ധവാർഷിക പരീക്ഷ 5ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 4, 5, 6 എന്നീ 3 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 വീഡിയോകളുടെ ലിങ്ക് കമൻറ്റിൽ നൽകുന്നുണ്ട്. ആവശ്യക്കാർ അത് ഉപയോഗപ്പെടുത്തുക. പ്രയാസമുള്ള ഭാഗങ്ങൾ, എല്ലാറ്റിൻ്റെയും അർത്ഥം, ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എല്ലാം കൃത്യമായി വിവരിക്കുന്ന, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പാഠത്തിലേക്ക് കടക്കാം. ലിസാനുൽ ഖുർആൻ അദ്ദർസു സാദിസ്, 6ാമത്തെ പാഠം. നദ്ഹബു സരിയൻ, നമുക്ക് വേഗം പോകാം. തഅയ്യഹ ഖാലിദുൻ ലിൽ ഖുറൂജി ഇലൽ മദ്രസത്തി, ഖാലിദ് മദ്രസയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. ഫനാദാഹു ശരീക്കുഹു ഹാമിദ്, അപ്പോൾ അവനെ കൂട്ടുകാരൻ ഹാമിദ് വിളിച്ചു. ഹൽ തജീഉ മഈ യാ ജമീലി, സ്നേഹിത നീ എൻ്റെ കൂടെ വരുമോ? കാല നഅം കുന്തു അൻതളിറുക, ഖാലിദ് പറഞ്ഞു, അതെ, ഞാൻ നിന്നെ പ്രതീക്ഷിക്കുകയായിരുന്നു. നദ്ഹബു സരീഅൻ ഫഖറജാ ഇലൽ മദ്രസത്തി, നമുക്ക് വേഗം പോകാം. അങ്ങനെ 2 പേരും മദ്രസയിലെത്തി. ഖാലിദ് ഹൽ ഖറഅത ജരീദത്തുൽ യൗം, ഖാലിദ് നീ ദിനപത്രം വായിച്ചോ? ഹാമിദ് നഅം ഖറഅതുഹ, ഹാമിദ് അതെ, ഞാൻ പത്രം വായിച്ചു. വഹീനമാ യംഷിയാനി റഅയ സ്വദീഖൈഹിമ, 2 പേരും നടക്കുന്നയിടയിൽ ഇരുവരുടെയും കൂട്ടുകാരെ കണ്ടു. ഫസഅലാഹുമ അൽ കതബ്തുമ അൽ വാജിബാത്തിൽ മൻസിലിയ, 2 പേരും അവരോട് ചോദിച്ചു, നിങ്ങൾ 2 പേരും ഹോംവർക്കുകൾ എഴുതിയോ? നഅം കതബ്നാ, അതെ, ഞങ്ങൾ എഴുതി. വകാനത്ത് മഅഹുമ ഉഖ്തു ഖാലിദ്, അവർ 2 പേരുടെയും കൂടെ ഖാലിദിൻ്റെ സഹോദരിയുമുണ്ടായിരുന്നു. വസഅല ഖാലിദുൻ ഹൽ അഖദത്ത് ഹഖീബതഖി, അവളോട് ഖാലിദ് ചോദിച്ചു, നീ എൻ്റെ ബാഗ് എടുത്തോ? ഖാലത്ത് നഅം അഖദ്തുഹ, അവൾ പറഞ്ഞു, അതെ, ഞാൻ എടുത്തു. വഫീഹ ഉല്യത്തുൽ ഹന്ദസത്തിൽ ജദീദത്തു ഇഷ്തറൈതുഹ അംസി, അതിൽ പുതിയ ജോമെട്രി ബോക്സ് ഉണ്ട്, അത് ഞാൻ ഇന്നലെ വാങ്ങിയതാണ്. ഫഖാല ഖാലിദുൻ ദഹബ്ന അംസി ഇല സൂഖി മഅ അബീന ലിശ്റാഇൽ അഖ്മിസതി വൽ അംതിഅതി, അപ്പോൾ ഖാലിദ് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ ഞങ്ങളുടെ പിതാവിനൊപ്പം അങ്ങാടിയിലേക്ക് വസ്ത്രങ്ങളും ചരക്കുകളും വാങ്ങാൻ വേണ്ടി പോയി. വസലു ഇലൽ മദ്രസ വജാ അൽ ഉസ്താദു ഇല സൊഫ്, വസലു അവർ മദ്രസയിലെത്തി, ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു. വബഅദ തസ്ലീമി സഅലൽ ഉസ്താദു ലിൽ ഔലാദി ഹൽ കതബ്തും അൽ വാജിബാത്തിൽ മൻസിലിയ, സലാം പറഞ്ഞ ശേഷം ഉസ്താദ് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഹോംവർക്ക് എഴുതിയോ? ഫഅജാബു നഅം കതബ്ന, അവർ ഉത്തരം പറഞ്ഞു, അതെ, ഞങ്ങൾ എഴുതി. സുമ്മ സഅല ലിത്തോലിബാത്തി അൽ ഖറഅതുന്ന അദ്ദുറൂസ അംസി, പിന്നീട് ഉസ്താദ് വിദ്യാർത്ഥികളോട് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ പാഠഭാഗങ്ങൾ വായിച്ചോ? ഫഖുൽന നഅം ഖറഅന, അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ വായിച്ചു. ഫഖാലൽ ഉസ്താദു യാ ലബീബ ലിമ തജ്ലിസീന ഹസീന, ഉസ്താദ് ലബീബയോട് ചോദിച്ചു, നീ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്? ഫഖാലത്ത് യാ ഉസ്താദു അന അതഅല്ലമു മിൻ സുദാഅ്, അവൾ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് തലവേദന അനുഭവപ്പെടുന്നു. ഫഖാല ലാ ബഅസ ഇസ്തറഹി, ഉസ്താദ് പറഞ്ഞു, സാരമില്ല, നീ വിശ്രമിക്ക്.
ഫജാ സലീമുൻ വ സഫീറുൻ ഇല സൊഫ്. സലീമും സഫീറും ക്ലാസ്സിലേക്ക് വന്നു. ഫസഅലൽ ഉസ്താദു യാ വലദാനി മിൻ ഐന തഖ്ദുമാനി. ഉസ്താദ് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഹൽ കുന്തുമാ തൽഅബാനി ഫിൽ മൈദാൻ. നിങ്ങൾ രണ്ടുപേരും മൈതാനത്ത് കളിക്കുകയായിരുന്നോ? ഫഖാലാ നഖ്ദുമു മിൻ മക്തബിൽ മദ്രസത്തി ദഹബ്ന ലിൽഖാഇ നാളിരിൽ മദ്രസത്തി. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ സ്കൂളിലെ ഓഫീസിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ പ്രധാന അധ്യാപകനെ കാണാൻ പോയതാണ്. വഖാലൽ ഉസ്താദു ലിത്തുല്ലാബി അൽ ആൻ യാ തുല്ലാബു അൻതും തഖറഊന അദ്ദർസൽ ഖാമിസ. ഉസ്താദ് വിദ്യാർത്ഥികളോട് പറഞ്ഞു, വിദ്യാർത്ഥികളെ, ഇപ്പോൾ നിങ്ങൾ 5-ാം പാഠം വായിക്കുക. വയാ തോലിബാത്തു അൻതുന്ന തക്തുബ്ന ബഅദൽ അസ്ഇലത്തി മിൻഹു സുമ്മ നദുർസു ദർസൻ ജദീദ. വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ഈ പാഠത്തിൽ നിന്നും ചില ചോദ്യങ്ങൾ എഴുതണം. പിന്നെ നമുക്ക് നന്നായി പാഠം പഠിക്കാം. ഇതാണ് ഈ പാഠത്തിൽ വരുന്ന പ്രധാന വിഷയങ്ങൾ. അതിനുശേഷം തെദ്രീബാത്തിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. തെദ്രീബാത്ത് തദക്കർ വായിക്കാനാണ്. ഖറഅത, അഖദ്തി, ഹുമാ ഫിഅലാനി മാളിയാനി ലിൽ മുഫ്രദിൽ മുഖാത്തബത്തി. ഈ രണ്ട് ഫീലുകൾ മാളി മുഫ്രദ് മുഖാത്തബ് ആയുള്ള പദമാണ്. ഖറഅത നീ വായിക്കുക, അഖദ്തി നീ പിടിക്കുക. അപ്പോൾ നീ എന്നുള്ളത് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നതിൽ വരുന്നതാണല്ലോ, അതിനാണ് മുഖാത്തബ് എന്ന് പറയുന്നത്. ഇനി ഖറഅതുമാ കതബതുമാ ഹുമാ ഫീലാനി മാളിയാനി ലിൽ മുസന്നൽ മുഖാത്തബ്. ഈ രണ്ട് ഫീലുകളും മാളി മുസന്ന മുഖാത്തബ് ആയിട്ടുള്ള പദമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഒന്നാണ് ഒരു മുഖാത്തബ്, ഒരാൾ നീ എന്നുള്ളത് നീ ഓതി, നീ പിടിച്ചു. ഇനി ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾ രണ്ട് പേരും ഓതി, നിങ്ങൾ രണ്ട് പേരും എഴുതി. ഇനി കതബത്തും ഖറഅതുന്ന ഹുമാ ഫീലാനി മാളിയാനി ലിൽ ജംഇൽ മുഖാത്തബ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ഫീലുകളും മാളി ജംഇ മുഖാത്തബ് ആയിട്ടുള്ള പദമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ എന്നുണ്ടാകും. തെജീഉ തെജിലിസീന ഹുമാ ഫീലാനി മുലാരി ആനി ലിൽ മുഫ്രദിൽ മുഖാത്തബ്. ഈ രണ്ട് ഫീലുകൾ മുലാരി മുഫ്രദ് മുഖാത്തബ് ആയിട്ടുള്ള പദമാണ്. നേരത്തെ പറഞ്ഞതേപോലെ തന്നെ ഏകവചനം, അത് നമ്മൾ മാലിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നതോ ഈ തെജീഉ എന്നുള്ളതും തെജിലിസു എന്നുള്ളതും, നീ വരും, നിങ്ങൾ ഇരിക്കും എന്നുള്ളത് അത് മുലാരിയാണ്. ഇനി തഖ്ദുമാനി തൽഅബാനി ഹുമാ ഫീലാനി മുലാരിയാനി ലിൽ മുസന്നൽ മുഖാത്തബ്. ഈ രണ്ട് ഫീലുകൾ മുലാരി മുസന്ന മുഖാത്തബ് ആയിട്ടുള്ള പദമാണ്. അപ്പോൾ രണ്ടാൾ മുന്നിടുന്നു അല്ലെങ്കിൽ രണ്ടാൾ കളിക്കും എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേര് കളിക്കും. ഇനി തഖ്റഊന തക്തുബ്ന ഹുമാ ഫീലാനി മുലാരിയാനി ലിൽ ജംഇൽ മുഖാത്തബ്. അപ്പോൾ ബഹുവചനം മുഖാത്തബിനിക്കുള്ളത് തഖ്റഊന നിങ്ങൾ വായിക്കും, തക്തുബ്ന നിങ്ങൾ എഴുതും. അപ്പോൾ അതിൽ തഖ്റഊന എന്നുള്ളത് ഒന്ന് ബോയ്സാണ്, തക്തുബ്ന എന്നുള്ളത് ഗേൾസാണ്. ഈ രണ്ട് ഫീലുകളും മുലാരി ജമു മുഖാത്തബായുള്ള പദമാണ്. അത് കഴിഞ്ഞു. ഇനി ഖറഅതു ഇഷ്തറൈതു എന്നുള്ളത് അഫ്ആലുൻ മാളിയത്തുൻ ലിൽ മുഫ്രദിൽ മുതകല്ലിമി. ഖറഅതു ഞാൻ ഓതി, ഇഷ്തറൈതു ഞാൻ വാങ്ങി. അപ്പം ഞാൻ എന്നുള്ളത് സംസാരിക്കുന്ന ആൾക്കുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്ന നമ്മളിലേക്ക്, ഞാൻ ഞങ്ങൾ എന്നുള്ളതിലെ ഞാനാണത്. ഈ രണ്ട് ഫീലുകളും മുഫ്രദ് മുത്തക്കല്ലിമായുള്ള മാളിയായ ഫീലാണ്. നേരത്തെ നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് സൂചനയുള്ളതാണ്, ഇത് സംസാരിക്കുന്ന വ്യക്തിക്കുള്ളതാണ്. അതാണ് മുത്തക്കല്ലിമ, സംസാരിക്കുന്ന വ്യക്തി. ഇനി ഖറഅന കതബ്ന ദഹബ്ന. ഖറഅന ഞങ്ങൾ ഓതി, കതബ്ന ഞങ്ങൾ എഴുതി, ദഹബ്ന ഞങ്ങൾ പോയി. അഫ്ആലുൻ മാളിയത്തുൻ ലിൽ മുസന്ന വൽ ജംഇൽ മുത്തക്കല്ലിം.
അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മുഫ്രദ് മുത്തക്കല്ലിമിൻ്റെ ബഹുവചനമാണ്. രണ്ടോ രണ്ടിൽ കൂടുതലോ ആകുമ്പോഴാണ് ഏത് വരിക? ഖറഅന, കതബ്ന, ദഹബ്ന വരിക. താഴെ നിങ്ങൾ കാണാം ഈ 3 ഫീലുകളും ജംഉ മുത്തക്കല്ലിമായുള്ള മാളിയായ ഫീലാണ്. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ മുലാരിയും വരണം. അൻതളിറു അതഅല്ലമു ഹുമാ ഫീലാനി മുലാരിയാനി ലിൽ മുഫ്രദിൽ മുത്തക്കല്ലിം. നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കുന്ന ഏകവചനത്തിൽ മുലാരി ക്രിയ. ഈ 2 ഫീലുകളും മുഫ്രദ് മുത്തക്കല്ലിമായുള്ള മുലാരിയായ ഫീലാണ്. ഇനി നഖ്ദുമു നദ്റുസു ഹുമാ ഫീലാനി മുലാരിയാനി ലിൽ മുസന്ന വൽ ജംഇൽ മുത്തക്കല്ലിം. രണ്ടോ രണ്ടിൽ കൂടുതലോ സംസാരിക്കുന്നവർക്കുള്ളതാണ് നഖ്ദുമു നദ്റുസു, അതും മുലാരിയിൽ നിന്ന്. ഇനി മുഖാത്തബ്, നേരിട്ട് അഭിസംബോധന ചെയ്യുക, അതാണ് മുഖാത്തബിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഒരാളോട് അഭിമുഖ സംഭാഷണം നടത്തുമല്ലോ, അപ്പോൾ നമ്മുടെ എതിർ കക്ഷിയായിട്ട് വരുന്ന ആളാണ് ഈ മുഖാത്തബ്. ഇനി മുഫ്രദ് മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഏക വ്യക്തി ആകുമ്പോൾ, സ്വന്തത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്, പക്ഷേ അവിടെ ഒരു വ്യക്തിയിലേക്കായിരിക്കണം. ഇനി രണ്ടാളോ ഒരുപാടാളോ ഉണ്ടെങ്കിൽ അത് ജംഉ മുത്തക്കല്ലിമായിരിക്കും. അതാണ് തസ്നിയ ജംഉ മുത്തക്കല്ലിം. സ്വന്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളാകുമ്പോഴാണ് ജംഉ മുത്തക്കല്ലിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഖാത്തബ് എന്താണെന്നും മുത്തക്കല്ലിം എന്താണെന്നും കൃത്യമായി നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ വന്ന മറ്റൊരു പ്രവർത്തനം നമുക്ക് നോക്കാം. നഖ്റഉ വ നതദറബു, വായിക്കാം, പരിശീലിക്കാം. കതബ്തു അൽ വാജിബാത്തിൽ മൻസിലിയ, ഞാൻ ഹോംവർക്കുകൾ എഴുതി. കതബ്തു ആണ്. ഖറഅന, ഞങ്ങൾ വായിച്ചു. അദ്ദറസ, പാഠം. യാ ഉഖ്തി അൽ അഖൽതി ഉൽബത്തൽ ഹന്ദസത്തി, സഹോദരി നീ ജോമെട്രി ബോക്സ് എടുത്തോ. ഇനി അതിൻ്റെ താഴെ നസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർക്കാനാണ്. നവൈതു, അദുറുസു, ഉസല്ലി, അഖൂമു, വജ്ജഹത്തു. നവൈതു എളുപ്പമാണ്, സോമോദിൻ. അദുറുസു ഞാൻ പഠിക്കുന്നു. ദുറൂസി കുല്ലയോമിൻ, എൻ്റെ പാഠങ്ങൾ എല്ലാ ദിവസവും. ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു. ഫറള് സുബഹി, സുബഹ് എന്ന ഫറള്. അഖൂമു ഞാൻ നിൽക്കുന്നു. മിനൻ നൗ എണീക്കുന്നു. മിനൻ നൗമി മുബക്കിറൻ, ഉറക്കിൽ നിന്ന്, മുബക്കിറൻ നേരത്തെ. വജ്ജഹ്തു ഞാൻ മുന്നിട്ടു. വജിഹിയ ലില്ലദീ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാം ഈ മുത്തക്കല്ലിമിനെയും മുഖാത്തബിനെയും പരിചയപ്പെടുത്തുകയാണ്. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അഭിസംബോധന ചെയ്യുമ്പോൾ എതിർപക്ഷത്തുള്ളയാൾ. മുത്തക്കല്ലിം വാഹിദ് മുത്തക്കല്ലിമാകുമ്പോൾ സംസാരം നടത്തുന്ന ഒരാൾ, രണ്ടോ അതിലധികമോ ആണെങ്കിൽ ജംഉ മുത്തക്കല്ലിമാകും. ഇനി നുജീബു ഉത്തരം പറയാമെന്നുള്ളതിൽ ഹൽ ഖറഅതി അൽ ഖുർആന സ്വബാഹൻ, നീ രാവിലെ ഖുർആൻ ഓതിയോ? അപ്പോൾ അതിന് മറുപടി എങ്ങനെ പറയേണ്ടത്? നഅം ഖറഅതു, ഞാൻ ഓതി. നീ ഓതിയോ എന്ന് ചോദിച്ചാൽ മറുപടി ഞാൻ ഓതി. അൽ ഖുർആന് സ്വബാഹൻ, രാവിലെ. മത്താ തഖൂമു മിനൻ നൗം, നീ എപ്പോഴാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത്? അന അഖൂമു മുബക്കിറൻ, ഞാൻ അതിരാവിലെ എഴുന്നേൽക്കും. ഹൽ ഖറഅതുമ ജരീദത്തൽ യൗം, നിങ്ങൾ രണ്ടുപേരും ദിനപത്രം വായിക്കുന്നുണ്ടോ? നഅം ഖറഅന ജരീദത്തൽ യൗമിയ, അതെ ഞങ്ങൾ ദിനപത്രം വായിച്ചു. ഹൽ സ്വല്ലൈത സുന്നത്തൽ മഗ്രിബി, നീ ഇന്നലെ മഗ്രിബിൻ്റെ സുന്നത്ത് നിസ്കരിച്ചോ? നഅം സ്വല്ലൈതു, അങ്ങനെയാണ് പറയുക. നീ നിസ്കരിച്ചോ? അപ്പോൾ അതിൻ്റെ ഉത്തരം നഅം സ്വല്ലൈതു, അതെ ഞാൻ നിസ്കരിച്ചു. അപ്പോൾ തു വന്നാൽ ഞാൻ എന്നുള്ള അർത്ഥം വരും. ഹൽ തനാവൽതും അൽ ഫുതൂറ, നിങ്ങൾ പ്രാതൽ കഴിച്ചോ? തനാവൽന അൽ ഫുതൂറ, അതെ ഞങ്ങൾ പ്രാതൽ കഴിച്ചു. ഇതിലൂടെയും മുഖാത്തബിൻ്റെയും മുത്തക്കല്ലിമിൻ്റെയും പ്രയോഗങ്ങളെ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ ഉദാഹരണങ്ങൾ നൽകിയതാണ്. അപ്പോൾ ഇതോടെ ഈ പാഠത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിച്ചു. ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
പൊതുപരീക്ഷയുടെയും മറ്റൊക്കെ നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.